ഈ മമ്പറം മക്കാമിലേക്ക് ആ വരുമാനം കിട്ടുന്നത് എങ്ങനെയാണ്? ആ വരുമാനം കിട്ടുന്ന രംഗം നിങ്ങൾക്ക് വ്യക്തമായി ഒന്ന് കാണാം. ആ ഭാഗം ഒന്ന് കണ്ടു നോക്കൂ സഹോദരങ്ങളെ. ഇതാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമൂഹത്തിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന സംഗതി. ഈ തുള്ളൽ എന്തെങ്കിലേ സുന്നിയാവുള്ളൂ. നമ്മൾ പറയണേ ഈ തുള്ളൽ ഇസ്ലാമികമല്ല എന്നാ പറയണത്. ഇവിടുത്തെ അന്യമതത്തിന്റെ ആളുകള്, സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകൾ, അവര് പറയുന്നത് തുള്ളലും അതേപോലെ ഇത്തരത്തിലുള്ള പൊട്ടലുകളും അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണെന്ന് പറയുന്നു. മമ്പുറം മക്കാമ്, ഈ മക്കാമിൽ ഈ തുള്ളലിലൂടെ ജനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ആ ജനങ്ങൾ ധർമ്മപ്പെട്ടിയിലിടുന്ന പൈസ ശേഖരിച്ചുകൊണ്ടാണ് ഇവിടുത്തെ ദാറുൽ ഹുദ അറബിക് കോളേജ് നടക്കുന്നത്. ആ കോളേജിൽ നിന്ന് ബിരുദധാരികളായി ഇറങ്ങുന്ന ആളുകളാണ് ഇസ്ലാമി സമൂഹത്തിൽ പഠിപ്പിക്കുന്നത്. ഹറാമിന്റെയും ശിർക്കിന്റെയും വഴിയിലൂടെ വരുന്ന പണം സമ്പാദിച്ചുകൊണ്ട് അതിലൂടെ ദീൻ പഠിച്ചുകൊണ്ട് ഈ സമൂഹത്തിന്റെ ഇടയിൽ ദീൻ പഠിപ്പിച്ചു കൊടുത്താൽ, പ്രിയമുള്ള സഹോദരങ്ങളെ, ജനങ്ങൾക്ക് ദീൻ പഠിക്കാൻ കഴിയുമോ? നിങ്ങൾ മനസ്സിലാക്കണം, ജനങ്ങൾക്ക് ദീൻ പഠിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, വിശുദ്ധ ഖുർആൻ ഈ സ്വഭാവത്തെ കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട്. മാകാന സലാത്തുഹും ഇൻദൽ ബൈത്തി ഇല്ലാ മുകാഅം വ തസ്നിയ. വിശുദ്ധ കഅബാലയത്തിങ്ങൾ അക്കാലഘട്ടത്തിലുള്ള ജാഹിലിയ്യ കാലഘട്ടത്തിലുള്ള മുശ്രിക്കീങ്ങളുടെ നമസ്കാരം, പ്രാർത്ഥന തുള്ളലും ചൂളം വിളിയും കൈകൊട്ടലുമായിരുന്നു. കണ്ടു നോക്ക്, ഇതാണ് ഇസ്ലാം. ഇപ്പൊ ഇത് കണ്ടിട്ട് ഇവിടെയുള്ള ഒരു ഹിന്ദു സഹോദരൻ വന്നിട്ട് പറയാണ്, ഞങ്ങളുടെ മതത്തിലും ഈ ഉറഞ്ഞു തുള്ളലുണ്ടല്ലോ, ഞങ്ങളുടെ മതത്തിലും ഈ വെളിച്ചപ്പാട് തുള്ളലുണ്ടല്ലോ, ഞങ്ങളുടെ മതത്തിലും ഇത്തരത്തിലുള്ള ആചാരങ്ങളുണ്ടല്ലോ, പിന്നെ നിങ്ങളുടെ മതത്തിൽ എന്താണ് പ്രത്യേകതയുള്ളത് എന്ന് ചോദിച്ചാൽ എന്ത് മറുപടി കൊടുക്കാൻ കഴിയും? മുട്ടിച്ചിറ ജുമാഅത്ത് പള്ളിയിലുള്ളതായ സംഭവമാണ് ഈ കാണുന്നത്. നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത്, അവിടെ ആ കോമരം തൊള്ളുന്ന അതിന്റെ ആ കാണുന്ന പിക്ചർ ഉണ്ടല്ലോ, ആ ഓല കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നത്, അതിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രങ്ങൾ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. യേശു ക്രിസ്തുവിന്റെ ചിത്രം, ധനലക്ഷ്മിയുടെ ചിത്രം, ഇതെല്ലാം ആലേഖനം ചെയ്തിട്ടാണ് ഇവിടെ സുന്നീസം പ്രചരിപ്പിക്കുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത് വെച്ചുകൊണ്ട് ഇവിടെ ഇസ്ലാം പഠിപ്പിച്ചാൽ എപ്രകാരമുണ്ടാകും? ഇതാണോ ഇവിടുത്തെ അമുസ്ലിമീങ്ങൾ ആഗ്രഹിക്കുന്ന ഇസ്ലാം? ഇതാണോ അമുസ്ലിമീങ്ങൾ പ്രമാണങ്ങളിലൂടെ പഠിച്ച ഇസ്ലാം? ഇതാണോ? ഇതൊന്നുമല്ല അമുസ്ലിമീങ്ങൾ പ്രമാണങ്ങളിലൂടെ പഠിച്ച ഇസ്ലാം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇനി ദീൻ അങ്ങോട്ട് തലക്ക് പിടിച്ചിട്ട് ഒരാളെ കൊണ്ടുപോകാനാണ്, സിയാറത്ത് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോവാ അല്ലേ? ദീൻ തലക്ക് കയറി മൂപ്പർക്ക്. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് ശരിക്കും അങ്ങോട്ട് തലക്ക് പിടിച്ചപ്പോ മൂപ്പര് നേരെ പോവാണ്. ഇനി ഒരു ഞെട്ടിപ്പിക്കുന്ന സത്യം കൂടെ പറയാം. ഈ സംഭവം നടക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? വെള്ളിയാഴ്ച ജുമാഅത്ത് ഖത്തീബ് ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ്. ഖത്തീബ് ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ കാണുന്ന ആഭാസങ്ങളും കോലാഹലങ്ങളും. ഖത്തീബ് ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ തുറച്ചു നോക്കണ്ട, എന്താണ് മനസ്സിലായിട്ടില്ല മൂപ്പർക്ക്. തുറച്ചിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, മൂപ്പര് ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ഈ ഖത്തീബിന്റെ കയ്യിൽ നിന്ന് വാൾ താഴെ വീണ് പോയാൽ അതെടുത്തു തരാൻ മാത്രമേ ഉമ്മിൽ അനുവാദം കൊടുത്തിട്ടുള്ളൂ. അത് മലയാളത്തിൽ പറയാം, ബാക്കിയൊന്നും മലയാളത്തിൽ പറയാൻ പാടില്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇൻഷാ അല്ലാഹ് പ്രസംഗത്തിന്റെ ഒടുവിൽ സമയമുണ്ടെങ്കിൽ മാതൃഭാഷയുടെ ഖുത്ബയുടെ വിശദീകരണങ്ങൾ ഞാൻ തരുന്നുണ്ട്. ഇതാണ് ഈ സമൂഹത്തിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന തത്വം. ഇനി ഞാനൊന്ന് ചോദിക്കട്ടെ സഹോദരങ്ങളെ,